വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം തോരൻ്റെ റെസിപ്പിയാണ്. എന്നാൽ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല, വളരെ ടേസ്റ്റിയാണ്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബട്ടൺ മഷ്റൂമാണ്. നമുക്കല്ലാത്ത സാധാരണ ഇല പോലത്തെയുള്ള മഷ്റൂമിൽ നമുക്കത് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു ചീനിച്ചട്ടി എടുക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിന് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിന് നമുക്ക് പെരിഞ്ജീരകം ചേർത്തിട്ട് 2 സവാള ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് റോസ്റ്റായി ഒന്നും പോകണ്ട. ഇപ്പോൾ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു 5 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് അതനുസരിച്ച് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ഇതിൽ ചേർത്ത് കൊടുക്കാം. മഷ്റൂംസ് നമ്മൾ ഡയറ്റിൽ ഒരു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ പറ്റുമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് മഷ്റൂമിൽ. നമുക്ക് വൈറ്റമിൻ ബി ഉണ്ട്, പിന്നെ കൊളസ്ട്രോളിന് ഒരളവിന് നമുക്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നല്ലതാണ്. പല പഠനങ്ങളും പറയുന്നുണ്ട് നമുക്ക് 45% അളവിന് നമുക്ക് ക്യാൻസറിനെ കുറയ്ക്കാനും വരാതിരിക്കാനുള്ള ഒരു കണ്ടൻറ്റ് വന്ന് നമുക്ക് മഷ്റൂമിലുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും പറ്റുമെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമുക്ക് മഷ്റൂം നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. മഷ്റൂമിൽ തന്നെ നമുക്ക് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വെള്ളം ഇറങ്ങി വന്നോളും. അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ മഷ്റൂമിൽ നിന്ന് വന്ന വെള്ളം തന്നെയാണ്, ഞാൻ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വറ്റിയൊക്കെ വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ ഇതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റിന് നമുക്ക് അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ പച്ച കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അടുത്തതായിട്ട് ഒരു 1/2 കപ്പ് അളവിന് തേങ്ങ കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ ഇട്ടിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. അത്ര തന്നെ നമ്മൾ വളരെ സിമ്പിളായി മഷ്റൂം തോരൻ ഇവിടെ റെഡിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരുപാട് പേരും ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഒക്കെ ചേർക്കാറുണ്ട്. നമുക്ക് വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.